അമ്മക്ക് വരാൻ പാടില്ല. എനിക്ക് അതാണ് എൻ്റെ ആഗ്രഹം. അവളെ പിടിച്ച് അതിന് തക്ക ഇത് കൊടുക്കണം. ഇനി ആരും ഇങ്ങനെ അനുഭവിക്കാൻ പാടില്ല. അത്ര വേദന അനുഭവിച്ചിട്ടാണ് ഞാൻ നിൽക്കണെന്ന് 4 ദിവസം എൻ്റെ കുട്ടീൻ്റെ മുഖം ഞാൻ കണ്ടിട്ട്. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVM സ്വാഗതം. അപ്പോൾ വളരെയധികം സങ്കടകരമായ ഒരു വാർത്തയായിരുന്നു നമ്മുടെ ഗോവിന്ദപുരം സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്തത്. അപ്പോൾ ദീപക് ആത്മഹത്യ ചെയ്യാനുള്ള കാരണം സോഷ്യൽ മീഡിയയിലെല്ലാം നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്, അറിഞ്ഞതാണ്. ഇപ്പോൾ അതിൻ്റെ പിന്നാലെ ഒരു 2-3 ദിവസത്തേക്ക് ഇവരെല്ലാം ഉണ്ടാവും. അത് കഴിയുമ്പോൾ അതും മറക്കും ജനം. കാര്യം ജനങ്ങൾക്ക് അതൊന്നും പിന്നെ ഇത് ഓർത്ത് വെച്ചുകൊണ്ടിരിക്കാനോ കഴിയില്ലല്ലോ. നഷ്ടപ്പെട്ടത് ദീപകിന്റെ കുടുംബത്തിന്റെ അയാളുടെ അച്ഛനും അമ്മയ്ക്കും നഷ്ടം, അല്ലാതെ വേറെ ആർക്ക്. അവര് പിന്നെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് പബ്ലിസിറ്റി കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുറച്ച് റീച്ച് കിട്ടാൻ വേണ്ടി കുറെ വാർത്തകൾ കൊടുക്കും, അത് കഴിയുമ്പോൾ തീർന്നു. പക്ഷെ ആ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ട മകന് അത് ആർക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയും? ആർക്കും തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. എന്തായാലും ശരി, നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ സോഷ്യൽ മീഡിയകളിൽ പല വങ്കത്തരങ്ങളും ചെറ്റത്തരങ്ങളും കാണിച്ചു പോരുന്നുണ്ട്. ഒരു പെണ്ണ് മേക്കപ്പ് ഒക്കെ ചെയ്ത് ചുണ്ടിൽ ലിപ്സ്റ്റിക്കൊക്കെ പുരട്ടി ടൈറ്റായിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് ബസ്സിൽ, അപ്പോൾ കാറിൽ പോകാനുള്ള സൗകര്യമുണ്ട്, വേറെ പിന്നെ ഓട്ടോ വിളിച്ച് പോകാനുള്ള സൗകര്യമുണ്ട്. അതൊന്നുമല്ല, ബസ്സിൽ കയറി തള്ളി ആളുകളെ ശരീരത്തോട് മുട്ടി ഉരുമി നിൽക്കുക. എന്നിട്ട് കാര്യം ഇദ്ദേഹം ഒരു വ്ളോഗറാ മറ്റേതാ മറിച്ചതൊക്കെയാണ്. അപ്പോൾ അത് എന്നിട്ട് ഷൂട്ട് ചെയ്യുക, വൈറലാക്കുക. അപ്പൊ ഇങ്ങനെ ഈ ദുരുദ്ദേശത്തോടു കൂടിയാണ് ഈ പെണ്ണ് ചെയ്തത്. പെണ്ണ് ചെയ്യാൻ പാടില്ലാതാണ്. അതായത് എന്ത് ചെറ്റത്തരവും നമുക്ക് ഇവിടെ കേരളത്തിൽ കാണിക്കാം. സ്ത്രീകളാവുമ്പോൾ എന്തുമാകാം, പുരുഷന്മാരെ മണ്ടേ കയറാൻ എന്തും ചെയ്യാം. അങ്ങനെ ഒരു പിന്നെ തോന്നൽ ഇവിടെയുള്ള സ്ത്രീകൾക്കുണ്ടായിരിക്കുകയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് പീഡിപ്പിക്കാൻ വിളിച്ചത് പെണ്ണാണ്, സ്ത്രീയാണ്. അവളാണ് പിന്നെ ഹോട്ടലിൽ പോയി റൂം എടുത്തത്. എന്നിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചെറ്റത്തരം കാണിക്കുന്ന പെണ്ണ് വെളിയിലാണ്, രാഹുൽ മാങ്കൂട്ടം അകത്താണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പോ ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തില്ലായിരുന്നെങ്കിൽ എവിടെ അറസ്റ്റ് ചെയ്യില്ലായിരുന്നു. എന്തായാലും ശരി, പിന്നെ ആദ്യമൊക്കെ കൊന്ന് ജാടകൾ കാണിച്ചു നോക്കി ഈ പെണ്ണ്. എന്നിട്ട് അതൊന്നും നടക്കാതെ വന്നു. ജനങ്ങൾ ആരും, ഒരു മനുഷ്യൻ പോലും ജാതി മത ചിന്തകൾക്ക് അതീതമായി എല്ലാവരും ഈ പെണ്ണിനെയാണ് കുറ്റപ്പെടുത്തിയത്. ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇങ്ങനെ ആണുങ്ങളെ കുഴയ്ക്കുന്ന പെണ്ണുങ്ങൾ സർവ്വസാധാരണമാണ്. നമ്മൾക്ക് ആ കവലകളിലൊക്കെ ചില ചെറ്റ പെണ്ണുങ്ങൾ നിൽക്കുന്ന കണ്ടിട്ടില്ലേ? അതുപോലെയാണ് പണ്ട് നമ്മുടെ ഈ എന്താണ് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കാൻ വേണ്ടി ചെയ്തതും ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ വേണ്ടി ചെയ്തതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ ഉപയോഗിക്കുന്ന ആരാണ്? ഇതൊക്കെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ തന്നെയാണ്. ഇവരെ എല്ലാം ഉപയോഗിക്കുന്ന സ്ത്രീകളാണ്. സ്ത്രീകളെ ഉപയോഗിച്ച് എങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യാം. എന്തായാലും ശരി, ഒരു പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് ഇല്ലാതായത്. ആ മാതാപിതാക്കളെ നോക്കാൻ ഇനി ആരാണ്? ആണും പെണ്ണുമായിട്ട് ഒരൊറ്റ മകനാണ് ഉണ്ടായത്. എന്തായാലും അവള് ഒളിയിൽ പോയി. അതായത് കുടുംബം, ദീപകിന്റെ കുടുംബം പരാതി കൊടുക്കുകയും സോഷ്യൽ മീഡിയയിലും നാട്ടിലുള്ള ജനങ്ങളെല്ലാം ഇതിന് ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്തതോടുകൂടി പോലീസിന് കേസെടുക്കാൻ വയ്യാത്ത അവസ്ഥയിലായി. അങ്ങനെ എന്തായാലും കേസെടുത്തു. ഇവൾ ഉടനെ തന്നെ മുങ്ങി എന്നാണ് പറഞ്ഞത്. നാട് വിട്ടു, അതായത് ഗൾഫിൽ പോയി. ഗൾഫിൽ പല പരിപാടികളും ഉണ്ട്, ഗൾഫിൽ പോയി എന്നാണ്. അപ്പോൾ ഗൾഫിൽ നിന്ന് വരുന്നവരെ കാത്തിരിക്കണ്ടേ? പക്ഷെ ഗൾഫിൽ പോകാതെ വടകരയിലെ ഏതോ ഒരു ബന്ധു വീട്ടിലാണ് പോയി ഒളിച്ചു താമസിച്ചത്. എന്തായാലും പോലീസിന്റെ നിരീക്ഷണത്തിൽ ആളിനെ അറസ്റ്റ് ചെയ്തു, കൊണ്ടുവന്നു. പിന്നെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി മെഡിക്കൽ പരിശോധന കഴിഞ്ഞു. അതിനുശേഷം നേരെ കോടതിയിൽ ഹാജരാക്കി. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് മഞ്ചേരി ജയിലിൽ അടച്ചു. ഇനി നമ്മൾ ഇതിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പോകരുത്. കാരണം ഒരു പെണ്ണാണ്. പെണ്ണ് തെറ്റ് ചെയ്താലും ശരി, ശരി ചെയ്താലും ശരി, ആര് ചെയ്താലും, ആണായാട്ടെ പെണ്ണാവട്ടെ, ചെയ്യുന്ന തെറ്റാണോ അതിനാരും ന്യായീകരിക്കില്ല. ഞാൻ കണ്ടിടത്തോളം, ഞാൻ അന്ന് തന്നെ പിന്നെ എഴുതി വെച്ചതാണ്,
അവളെ അറസ്റ്റ് ചെയ്യണം, അവൾക്ക് ശരിയായ ശിക്ഷ കൊടുക്കണം. അവൾ അറസ്റ്റ് ചെയ്യുന്ന അതുവരെ അവള് എന്താണ് ടൈറ്റായ ഡ്രസ്സും ചെയ്ത് ചുണ്ടിൽ ലിപ്സ്റ്റിക്കും പുരട്ടി മുഖത്ത് ഇതുമെല്ലാം വാരി തേച്ച് ചെന്നാണ് ഈ ബസ്സിൽ നിന്ന് പുരുഷന്മാരെ ആകർഷിക്കാൻ വേണ്ടി തട്ടുക, മുട്ടുക, അതിനുശേഷം വീഡിയോ എടുക്കുക. അപ്പൊ അങ്ങനെ ചെയ്തത്. അവസാനം അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് ചെയ്തത്? പർദ്ദ ധരിച്ചു കൊണ്ടുപോയി. അപ്പൊ പർദ്ദ ധരിച്ചു കൊണ്ടുപോകുമ്പോൾ ഒരു സമുദായത്തെ ആക്ഷേപിക്കുകയാണ് അവള് ചെയ്തത്. ഇവൾ എന്തുകൊണ്ട്, അതായത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ പർദ്ദ ധരിക്കുക, ജനങ്ങൾ തെങ്ങി നിറയുന്ന ബസ്സില് അല്ലാതുള്ള രീതിയിൽ ഡ്രസ്സ് ധരിച്ച് ജനങ്ങളെ ഇക്കിളിപ്പെടുത്തുന്ന രീതിയിൽ ഡ്രസ്സ് ധരിച്ച് പോവുക. അപ്പൊ എന്തോ ഒരു തെമ്മാടിത്തരമാണ് കാണിക്കുന്നത്. മതത്തിനെ തന്നെ ദുരുപയോഗം ചെയ്യുകയാണ് ഇങ്ങനെയുള്ളത്തെ ചെറ്റ പെണ്ണുങ്ങൾ. അപ്പൊ എന്തായാലും ശരി, മതത്തിന് അതീതമായി എല്ലാവരും തെറ്റ് ആര് ചെയ്യുന്നു, അവന്റെ ജാതിയും മതവും, അവന്റെ പെണ്ണാവട്ടെ ആണാവട്ടെ, ജാതിയും മതവും നോക്കണം, ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുക. അതാണ് കേരളീയ ചരിത്രം. അങ്ങനെ ഉണ്ടാവണം, അങ്ങനെ തന്നെ ആയിരിക്കണം. എങ്കിലേ അതില് മനുഷ്യത്വം എന്നുള്ളതും നമുക്ക് നിലനിർത്താൻ കഴിയുള്ളൂ. അപ്പൊ എന്തായാലും ശരി, അവർക്ക് ഇനി ചെയ്യേണ്ടതെന്ന് പറയുന്നത് ശരിയായ രീതിയിലുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക. അപ്പൊ അതിനു വേണ്ടി ശ്രമിക്കുക. അല്ല സോഷ്യൽ മീഡിയയിലല്ല ഇതൊന്നും കൈകാര്യം ചെയ്യേണ്ടത്. അവളെ കൊണ്ടുവന്നു, അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തു, 14 ദിവസത്തേക്ക് ചെയ്തു. ഇനിയിപ്പോ ബാക്കി കോടതിയുടെ കാര്യങ്ങളാണ്. അത് കോടതിയാണ് തീരുമാനിക്കുന്നത്, നമ്മളല്ല തീരുമാനിക്കാവുന്നത്. അത് അവരുടെ വഴി പോലെ അവർ ചെയ്യട്ടെ. ഇപ്പൊ പ്രോസിക്യൂഷൻ ആയിരുന്നാലും ശരി, പ്രതിയുടെ വക്കീലായിരുന്നു. ഇപ്പൊ കൊല്ലുന്ന ആൾക്കാരല്ലേ, ഇതിപ്പോ കൊന്നതൊന്നും അല്ലല്ലോ. ആത്മഹത്യ ചെയ്തു, ആ മനുഷ്യന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു, അതുകൊണ്ട് ചെയ്തു. അത് ദുർബല ഹൃദയർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അവർക്ക് ഇനി ജീവിച്ചിട്ട് എന്നെ ഇത്രയും ആക്ഷേപിച്ച സ്ഥിതിക്ക് ഞാൻ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, എന്തിന് ഞാൻ ജീവിക്കണം എന്ന് കരുതി ആ ഒരു ദുർബല നിമിഷത്തിൽ പക്ഷേ ഒരു നല്ല സുഹൃത്തോ മാതാപിതാക്കളോ അല്ലെങ്കിൽ സഹോദരങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു നിമിഷം മതി ഈ ആത്മഹത്യയിൽ നിന്ന് നമുക്ക് മോചനം കിട്ടാനായിട്ട്. ചിലപ്പോൾ ആത്മഹത്യയിൽ നിന്ന് പക്ഷേ മനുഷ്യന് ഒരു ജീവി ജനിക്കില്ലെന്ന് ദൈവം കരുതിയിട്ടുണ്ട്, അവനുള്ള വൃത്തികാലം. ഒരു ലേശം ഇതൊന്ന് മാറ്റി വയ്ക്കാൻ അരുതാർക്കും വിഫലം മനുഷ്യയജ്ഞമെന്നാണ്. അപ്പൊ ഇങ്ങനെയാണ് കവി പാടിയിരിക്കുന്നത്. അപ്പൊ ഇതാണ് സംഭവം, അതാണ്. അതായത് മനുഷ്യന് അവന്റെ ജനന സമയത്ത് തന്നെ അവന്റെ മരണവും വിധിക്കപ്പെട്ടതാണ്. ആ ദീപക്കിന് ഇങ്ങനെ മരിക്കാനായിരുന്നു ദൈവം തമ്പുരാൻ നിശ്ചയിച്ചത്. എന്തായാലും ശരി, അവള് ചെയ്ത തെറ്റിന് അവൾക്ക് മാതൃകാപരമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. കാരണം ഇതൊരു പാഠമാകണം ഇങ്ങനെയുള്ള ചെറ്റ പെണ്ണുങ്ങൾക്ക്. കാരണം നേരത്തെയുള്ള പെണ്ണുങ്ങൾക്കൊന്നും ശിക്ഷകൾ കിട്ടിയിട്ടില്ല. ഇത് ആദ്യത്തെ സംഭവമാണ്. അതുകൊണ്ട് മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാം. പ്രോസിക്യൂഷനും ബാക്കിയുള്ള ആൾക്കാരും അതിനുവേണ്ടി രംഗത്തിറങ്ങണം. അല്ല സോഷ്യൽ മീഡിയയിൽ വന്ന് ചലച്ചിട്ട് കാര്യമില്ല. അവളെ ഇപ്പൊ കൊണ്ടുപോയത് അവളെ കാറാണെന്ന് പറയുന്നു, SIയുടെ കാറാണെന്ന് പറഞ്ഞാൽ ആരെ കാറാവട്ടെ. കാരണം ഒരു പെണ്ണിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവിടെ ഇവിടെ നിന്ന് ഇല്ലാത്തതും കൊല്ലാത്തതുമായ കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാവും. പോലീസ് ചെയ്തതൊക്കെ ശരിയല്ല. അത് ആളുകളെ മുമ്പ് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുക, ആളുകൾ ആക്രമിക്കാൻ വരിക, ചീത്ത വിളിക്കുക, അതൊന്നും നമുക്ക് പറ്റിയതല്ല. നമുക്ക് ഈ ചീത്ത വിളി എന്ന് പറയുന്നത് മനുഷ്യന്, അതായത് അരോചകമായ രീതിയിൽ മനുഷ്യര് ചീത്ത വിളിച്ചു കളയും. അതൊന്നും കേൾക്കാൻ സാധാരണക്കാരായ, അതായത് നമ്മളെ കൊണ്ട് അത് കേൾക്കാൻ കഴിയില്ല. അപ്പൊ അത് പോലീസ് കൊണ്ടുപോയതൊക്കെ ശരി തന്നെയാണ്, അതിനൊന്നും കുഴപ്പമില്ല. ഇനി നമ്മളിവിടെ എങ്ങനെ ശിക്ഷിക്കണം, ഏത് രീതിയിൽ ശിക്ഷിക്കണം, അതൊന്നും നമ്മൾ ചർച്ച വിഷയമാക്കണ്ട. നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറയുന്നത് മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക. അതിന്റെ നിയമപരമായ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം, അതാണ് ചെയ്യേണ്ടത്. എന്നിട്ട് മാതൃകാപരമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും അത് ഇവിടെയുള്ള ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഒരു പാഠമാവുകയും വേണം. എന്തായാലും ശരി, പരസ്യമായി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയല്ലോ, അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ആദ്യത്തെ സംഭവമാണ്. അതായത് ഒരു പുരുഷനെ പീഡിപ്പിച്ചതിന് അല്ലെങ്കിൽ പുരുഷന്റെ ആത്മഹത്യക്ക് കാരണക്കാരിയായ ഒരു സ്ത്രീ ആദ്യമായിട്ടാണ് കേരള പോലീസ് അറസ്റ്റ് ചെയ്തതെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ കണ്ടിട്ടില്ല നേരത്തെ ഇതൊന്നും. എന്തായാലും ശരി, നല്ല കാര്യം തന്നെയാണ്. ഇതിനെ അനുകൂലിച്ചവര് ആരും അനുകൂലിച്ചിട്ടില്ല. ഇവളെ അനുകൂലിച്ചു. കാരണം ഇങ്ങനെയുള്ള ചെറ്റ പെണ്ണുങ്ങൾ ആവശ്യം പോലെ ഉണ്ട്. ഇപ്പൊ എവിടെ നോക്കിയാലും ഉണ്ട്. അവര് റീച്ച് കൂട്ടാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. ഏത് രീതിയിലും കള്ളത്തരവും കാപട്യത്തരവും നമ്മൾ കാണുന്നില്ലേ? ആളുകളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്, വീട്ടിൽ വിളിച്ചു വരുത്തുന്നു, അവരുമായിട്ട് പ്രേമം സല്ലാപങ്ങളിൽ ഫോണിൽ ഇടപെടുന്നു, എന്നിട്ട് അവരെ വീട്ടിലേക്ക് വിളിക്കുന്നു, ആഹാരം കഴിക്കാമെന്നും മറ്റൊന്നും മറിച്ചൊന്നും പറഞ്ഞ് വിളിച്ചു ഉൾക്കൊള്ളുന്നു. അവരുടെ സ്വർണ്ണമാലയായിരുന്നാലും വാച്ചായിരുന്നാലും അവരുടെ വിലപിടിപ്പുള്ള സാധനങ്ങളും
അവരുടെ പൈസയെല്ലാം അടിച്ചു മാറ്റി അവസാനം അപമാന ഭാരത്താൽ ഈ പുരുഷൻ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യാത്തവരാണ് കൂടുതലും. ആത്മഹത്യ ചെയ്യുന്നു, ചിലർ ആത്മഹത്യ ചെയ്യുന്നില്ല. ഏത് രീതിയിലായാലും ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് അവർ കേസിന് പോകുന്നു, കേസിൽ വിജയിക്കുന്നു. അപ്പൊ അങ്ങനെയും സംഭവങ്ങളുണ്ട്. എന്തായാലും ശരി, അങ്ങനെയൊന്നും വരാതെ ഇപ്പോ ഇവളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ജയിലിൽ അടച്ചല്ലോ. മഞ്ചേരി ജയിലിൽ എന്തായാലും അടച്ചു. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അത് തന്നെയാണ് വാർത്ത. അപ്പൊ രാഹുൽ ഈശ്വറൊക്കെ എപ്പോഴും ആവശ്യപ്പെടുന്നത് ഇത് തന്നെയാണ്. സ്ത്രീകൾക്ക് കൊടുക്കുന്ന സംരക്ഷണം എന്ന് പറയുന്നത് അത് പുരുഷന്മാർക്കും കിട്ടണം. പിന്നെ സ്ത്രീകൾക്ക് നമ്മൾ കൊടുക്കുന്ന സംരക്ഷണം എന്ന് പറയുന്നത് സ്ത്രീ ഭാര്യയാണ്, മാതാവാണ്, സഹോദരിയാണ്, മകളാണ്, ഭാര്യയാണ്. അപ്പൊ അതിന് അവരുടേതായ ബഹുമാനം നമ്മൾ കൊടുക്കുക. അവരെന്ത് ചെറ്റത്തിലോ കാണിച്ചിട്ട് പോട്ടെ, നമ്മൾ കൊടുക്കേണ്ട മാന്യത എന്ന് പറയുന്നത് പുരുഷന്മാരാവട്ടെ സമൂഹമാകട്ടെ സ്ത്രീകൾക്ക് പ്രത്യേകമായ പരിഗണന കൊടുക്കണം. അത് നമ്മുടെ അമ്മയാണ്. സ്ത്രീ അമ്മയാണ്, ഭാര്യയാണ്, സഹോദരിയാണ്, മകളാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി പെരുമാറണം. അപ്പോൾ അവർ കാണിക്കുന്ന ചെറ്റനിരങ്ങൾക്ക് നമ്മൾ അതുപോലെ മറുപടി കൊടുത്താൽ നമ്മളും അതുപോലെ ആയിക്കോളും. നമ്മൾ അത്രയും അധപ്പതിക്കാൻ പാടില്ല. എന്തായാലും ശരി, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എല്ലാവരും സഹകരിക്കണമെന്നും പിന്നെ ദീപകിന്റെ മരണത്തിൽ നമ്മളെല്ലാവരും അനുശോചനം രേഖപ്പെടുത്തി ആ കുടുംബത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ നമ്മളെല്ലാം സഹകരിക്കണമെന്നാണ് എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.